ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇസ്തിഗാസ ഷിർക്കാണ് എന്നാണ് മുജാഹിദ് വിഭാഗം പറയുന്നത്. സുന്നികൾ പറയുന്നത് ഷിർക്കല്ല എന്നുമാണ്. അപ്പം മുജാഹിദ് വിഭാഗം ചോദിക്കുന്നത് ഷിർക്കല്ല എന്നതിന് തെളിവെന്ത് എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, ഇത് ഷിർക്കാകണമെങ്കിൽ, അള്ളാഹുവിന് ഷിർക്കാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫത്തിലോ പങ്കു ചേർക്കണം. അള്ളാഹു കേൾപ്പിക്കുമെന്ന വിശ്വാസത്തോടു കൂടെ യാ വലിയുള്ള എന്നൊരു വലിയനെ വിളിച്ചാൽ ഈ വിളിയിൽ അള്ളാഹുവിനെ ഏത് രീതിയിലാണ് ഷിർക്കാക്കുന്നത്? ഈ വിളി അദ്ദേഹം കേൾക്കുകയില്ല എന്ന് 100% വിശ്വാസമുണ്ട്. ഇത് അള്ളാഹു ആണ് എൻ്റെ വിളി കേൾപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ഈ വിളിയിൽ എവിടെയാണ് ഞാൻ അള്ളാഹുവിനെ ഷിർക്കാക്കുന്നത്, അള്ളാഹുവിനെ പങ്കുകാരനാക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ വിളിക്കപ്പെടുന്ന ഈ വലിയന് ഏതെങ്കിലും രീതിയിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും സിഫത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? അള്ളാഹു കേൾപ്പിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്റെ വിശ്വാസത്തിൽ എവിടെയാണ് ഷിർക്ക്? താങ്കളുടെ ചോദ്യം വ്യക്തമാണ്. ഫൈസൽ മൗലവി അതിനോട് പ്രതികരിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് എന്ന് വിശ്വസിച്ചാലും അല്ലെങ്കിലും അതൊരു കേവലം ന്യായത്തിന് പറയുന്ന ഒരു വാദം മാത്രമാണ്. എന്തു പറഞ്ഞാലും ശരി, ഒരു റബ്ബല്ലാത്ത റബ്ബിന് സൃഷ്ടികളിൽപ്പെട്ട സൃഷ്ടിയെ വിളിക്കുകയും ലോകത്തെവിടുന്ന് വിളിച്ചാലും ആ വിളി കേൾക്കുമെന്നും അറിയുമെന്നും നമ്മുടെ വിളി മനസ്സിലാക്കുമെന്നും എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നും സഹായിക്കുമെന്നും എൻ്റെ ഉപദ്രവം തടുക്കാൻ കഴിയുമെന്നുമൊക്കെ ഒരു സൃഷ്ടിയെക്കുറിച്ച് വിശ്വസിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും പ്രവൃത്തികളുമൊക്കെ അവിടെ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ച് കൊടുക്കൽ വരുന്നുണ്ട്. വിശ്വാസത്തിൽ തന്നെ അവിടെ ശിർക്ക് സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത പടിയായി ഈ ചെയ്തിയും ശിർക്കായി മാറുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ സിഫാത്തിൽ അഫ്ആലിൽ അവന് നാമഗുണ വിശേഷണമൊക്കെ പങ്കുചേർക്കൽ ശിർക്കാണ് എന്നാണല്ലോ. ഉദാഹരണമായി മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഇന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു മഹാനാണ് അദ്ദേഹം. അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അവിടെ നാടു പ്രശ്നമല്ല, ഭാഷ പ്രശ്നമല്ല, ആവശ്യം പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല. വല്ല നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ എന്നാണ്. വല്ല നിലത്തു നിന്നും വല്ല സ്ഥലത്തു നിന്നും എന്നെ വിളിച്ചാൽ ആ വിളിക്കുന്നവൻ്റെ വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യും. അപ്പം ലോകത്ത് എവിടുന്നും വിളിച്ചാലും ആ വിളി ഷെയ്ഖ് കേൾക്കുമെന്ന് ചോദ്യം ചോദിച്ച മുനീർ അടക്കമുള്ള ആളുകൾ വിശ്വസിക്കണമല്ലോ തീർച്ചയായും. അപ്പം ലോകത്തിൻ്റെ അതിർത്തികൾ അത് പ്രശ്നമല്ല, എവിടുന്ന് വിളിച്ചാലും കേൾക്കും, ഏതു ഭാഷയിലായാലും കേൾക്കും, എന്ത് ആവശ്യത്തിനായാലും കേൾക്കും, ഏതു സമയത്താണെങ്കിലും കേൾക്കും. അപ്പം ദേശ ഭാഷ സമയ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് ആര് എപ്പോൾ എന്തിനു വേണ്ടി ഏതു ഭാഷയിൽ വിളിച്ചാലും അത് കേൾക്കുമെന്ന് മാത്രമല്ല അതെല്ലാം വേർതിരിച്ച് അറിയാനും കഴിയും. ഉദാഹരണമായിട്ട് നമ്മളൊക്കെ വിളിക്കുമ്പോൾ മലയാളത്തിലാണ് വിളിക്കുക. കേരളത്തിൽ നിന്ന് മൊയ്തീൻ ഷെയ്ഖ് ജീവിതത്തിൽ കേരളത്തിലേക്ക് വന്നിട്ടില്ല. മൊയ്തീൻ ഷെയ്ഖിന് മലയാള ഭാഷ എന്നൊരു ഭാഷനെ പരിചയമില്ല. കാരണം മൊയ്തീൻ ഷെയ്ഖിൻ്റെ കാലത്ത് മലയാള ഭാഷ ഇല്ല. അപ്പം ഇവിടുന്ന് മലയാളത്തിൽ വിളിക്കുന്നു, ഈ തമിഴ്നാട്ടിൽ കടന്നാലോ വിളി തമിഴിലായി, കർണാടകയ്ക്കെത്തിയ കന്നഡയിലായി, ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ വിളിക്കുമ്പോൾ എത്രയെത്ര ഭാഷകൾ, ലോകത്തിലെ വ്യത്യസ്ത കോണിൽ വിളിക്കുമ്പോൾ ആയിരക്കണക്കായ ഭാഷകൾ. അത് മുഴുവൻ ഷെയ്ഖ് വേർതിരിച്ചറിയുന്നു. ഇന്ന ആളാണ് വിളിച്ചത്, ഇന്ന ആവശ്യത്തിനാണ് വിളിച്ചത്. ഇപ്പം മലപ്പുറം ജില്ലയിൽ വിളിക്കുമ്പോൾ മലപ്പുറത്ത് നിന്ന് ഇന്നയാൾ വിളിക്കുന്നുണ്ട്, അയാൾക്ക് ഇന്ന പ്രശ്നമുണ്ട്. അപ്പുറത്ത് തമിഴ്നാട്ടിൽ മറ്റൊരുത്തം വിളിക്കുന്നുണ്ട്, അവന് ഇന്ന പ്രശ്നമുണ്ട്. ഇങ്ങനെ ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്ന് വിളിക്കുമ്പോഴും ആ വിളിയെല്ലാം കേൾക്കുന്നു, ആ വിളിച്ചവരെയെല്ലാം അറിയുന്നു, അവിടെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം മനസ്സിലാക്കുന്നു, അതിലെല്ലാം അദ്ദേഹം ഇടപെടുന്നു, പരിഹരിക്കേണ്ടത് പരിഹരിച്ചു കൊടുക്കുന്നു, രോഗം ശിഫയാക്കാൻ അദ്ദേഹം വേണ്ടത് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാവരുടെയും പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് ഇങ്ങനെ വിശ്വസിക്കാൻ, ആ വിശ്വസിച്ചാൽ തെറ്റല്ല എന്ന് സമാധാനിക്കാൻ കണ്ടെത്തുന്ന ഏക മാർഗം എന്താ? അത് സ്വയം കഴിവല്ല, അള്ളാഹ് കൊടുത്ത കഴിവാണ്. നമ്മൾ എന്തു ന്യായം പറഞ്ഞാലും സഹോദരൻ മുനീറടക്കമുള്ള ഇത് കേൾക്കുന്ന ആളുകൾ ആത്മാർത്ഥമായി ആലോചിക്കണം. നമ്മൾ എന്തു ന്യായം തൽക്കാലം പറയാൻ വേണ്ടി പറഞ്ഞാലും ശരി, ഒരു സൃഷ്ടി ഇങ്ങനെ ലോകത്തിൻ്റെ ഏത് കോണെന്നുള്ള ആരുടെയും ഏത് ഭാഷയുമുള്ള വിളിയെ
കേൾക്കുകയും അറിയുകയും ആ വിളിച്ചവനെ മനസ്സിലാക്കുകയും അവരെ പ്രശ്നം മനസ്സിലാക്കുകയും അതിലിടപെടുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിൻ്റെ ഗുണങ്ങളും വിശേഷണങ്ങളും അല്ലേ ആ സൃഷ്ടിക്ക് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നത്? അതിൽ അല്ലാഹ് കൊടുത്ത കഴിവ് എന്ന് ന്യായം പറഞ്ഞതുകൊണ്ട് മാത്രം അത് ശിർക്കല്ലാതായി മാറുമോ? അങ്ങനെ ഒരു കഴിവ് അല്ലാഹ് കൊടുക്കുന്ന പ്രശ്നമല്ല. കാരണം ആ കഴിവ് അള്ളാഹിൻ്റെ മാത്രം കഴിവാണ്. ആ ഒരു കഴിവ് അള്ളാഹിൻ്റെ മാത്രം കഴിവാണ്. അള്ളാഹിൻ്റെ കഴിവ് അല്ലാഹ് വേറെ കൊടുക്കുക. ഇത് നമ്മോട് പറയാ അള്ളാഹ്ക്ക് പങ്കുകാരം ചേർക്കാൻ പാടില്ല, അതുണ്ടാകുമോ? ഇല്ലല്ലോ. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് അല്ലാഹ്. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് അറിയുന്നവനാണ് അല്ലാഹ്. നിങ്ങൾ ഉറക്കെ പറയുക അല്ലെങ്കിൽ പതുക്കെ പറയുക, രണ്ടായാലും ശരി, നിങ്ങളുടെ നെഞ്ചകത്തുള്ളത് മനസ്സകത്തുള്ളത് അറിയുന്നവനാണ് അല്ലാഹ്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവനായ ഒരുത്തൻ അറിയുകയില്ലേന്ന. സൃഷ്ടിച്ചവൻ അറിയുകയില്ലേ? അറിയും. സൃഷ്ടിക്കാത്തവനും അറിയുമെന്നല്ലേ നമ്മൾ ഇതിലൂടെ സ്ഥാപിക്കുന്നത്? അപ്പൊ റബ്ബിന്റെ മാത്രമുള്ള കഴിവാണ് ആ കഴിവുകൾ. സമീഅ്, ബസീർ, അലീം, ഖദീർ തുടങ്ങിയ നാമങ്ങൾ റബ്ബിനെ പറയുമ്പോൾ എന്താണോ അതിലൂടെ നാം സ്ഥാപിക്കുന്നത്, അതേ സംഗതികളെ ശൈഖന്മാർക്ക് വകവെച്ചു കൊടുക്കുകയും അത് അല്ലാഹ് കൊടുത്ത കഴിവാണ് ഒരു ന്യായം പറയുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ കഴിവുകളെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവൃത്തികളെ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹു കൊടുത്തു എന്ന് നമ്മൾ പറയേണ്ടി വരും. അതെന്തായാലും ഉണ്ടാവുകയില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹ്ക്ക് തുല്യനായി ആരും തന്നെ ഇല്ല. ഏതിലില്ല? ഒന്നിലുമില്ല. ഒന്നിലും, ഒരു ഇഞ്ച് കാര്യത്തിലും ഒരു വിഷയത്തിലും അള്ളാഹ്ക്ക് തുല്യമായി ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹ് കൊടുത്ത കഴിവ് എന്ന തൽക്കാലം ആളപ്പൊട്ടീസാക്കാൻ വേണ്ടി ആരോ കണ്ടെത്തിയ ന്യായം, ആ ന്യായം വെച്ചതിൻ്റെ പേരിൽ മാത്രം ഈ ചെയ്യുന്ന ചെയ്തികളൊന്നും ശിർക്കല്ലാതായി മാറുന്നില്ല. ഇനി നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങളല്ലാത്ത ഇതര മതസ്ഥരെടുക്കുക. ഇതര മതസ്ഥർ അവർ പലതിനെയും ആരാധിക്കുന്നു, പലരെയും ആരാധിക്കുന്നു. അതൊക്കെ ആരാധനയാണെന്ന് നമ്മൾ സമ്മതിക്കുന്നു. നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷമുള്ള ഹൈന്ദവ സുഹൃത്തുക്കൾ, അവരെ പറ്റി നമ്മളെന്താ പറയുക? ബഹുദൈവ ആരാധകർ. ബഹുദൈവ ആരാധകർ, ആ വാക്ക് എങ്ങനെ ഒരു സമസ്തക്കാരന് പറയാൻ പറ്റും? കാരണം ആ ചെയ്യുന്ന ചെയ്തൊന്നും ആരാധന ആവൂതല്ലോ, അതും ദൈവമായി വരൂതല്ലോ. പിന്നെ എങ്ങനെ ബഹുദൈവാരാധന എന്ന് അവരെക്കുറിച്ച് പറയാൻ കഴിയാം? അപ്പം അത് പറയാൻ പറ്റുമെന്നല്ലേ നമ്മുടെ മനസ്സ് പറയുന്നത്? ഇനി അയാൾ ഇതേ ന്യായം പറഞ്ഞാലോ? ലോക സൃഷ്ടാവല്ലാത്ത മറ്റു സൃഷ്ടിയെ ആരാധിക്കുന്ന ഒരു ഹൈന്ദവനോ ക്രൈസ്തവനോ ന്യായം പറയാണ്, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ഇന്ന ഇന്ന ആരാധന്മാരൊന്നും അവർക്കൊക്കെ സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, അവരാരും യഥേഷ്ടം ലോകം മൊത്തം നിയന്ത്രിക്കുന്ന വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ അത് ശിർക്കല്ല എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. ലാത്തയെയും മുസ്സയെയും മനാത്തയെയും ആരാധിച്ചവർ അവർ പറഞ്ഞു ലാത്ത സ്വയം കഴിവുള്ളവനാണെന്ന് പറയില്ലല്ലോ. കാരണം എന്താ? അവരെ തൊട്ടു മുമ്പുള്ള തലമുറകളിൽ ജീവിച്ച് മരിച്ചുപോയ മഹാന്മാരുടെ പേരുകളാണ് ലാത്തയും മുസ്സയും മനാത്തയും ഒക്കെ. ആ ലാത്തയും മുസ്സയും ആകാശഭൂമി സൃഷ്ടിച്ചുവെന്ന് അവരാരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ലല്ലോ. മുസ്ലിമീങ്ങളല്ലാത്ത ഏത് മതസ്ഥരെടുത്താലും അവരൊക്കെ റബ്ബല്ലാത്ത ആരാധിക്കുന്നുവെങ്കിലും ആ ആരാധ്യന്മാർ ലോകത്തിൻ്റെ നിയന്താക്കളും ലോകത്തിൻ്റെ സട്ടാക്കളുമാണ് എന്ന് ആരാ വിശ്വസിക്കുന്നത്? കല്ലിനെ പൂജിക്കുന്ന ആളുകളുണ്ട്, ഈ കല്ലാണ് ലോകം സൃഷ്ടിച്ചത് എന്ന് അവർ വിശ്വസിക്കുമോ? മരങ്ങളെ പൂജിക്കുന്നവരുണ്ട്, ഈ മരമാണ് ലോകത്തെ സൃഷ്ടാവ് അവർ വിശ്വസിക്കുമോ? ഇല്ല. വെട്ടിമാറ്റിയാൽ ഉണങ്ങിപ്പോകുന്ന, അത് കടപുഴകി വീഴുന്ന ഒരു മരത്തെ പൂജിക്കുന്ന മനുഷ്യൻ അവന് പറയുമോ ഈ മരമാണ് ലോകത്തിന് സൃഷ്ടാവെന്ന്? ഇല്ല. എന്നാൽ നമ്മളൊക്കെ പറയില്ലേ ഇത് തെറ്റാണ് എന്ന്? എത്രയെത്ര വിഷയങ്ങൾ നമുക്കങ്ങനെ കാണാൻ കഴിയും. അതുകൊണ്ട് ആരോ നമ്മെ പറഞ്ഞു പഠിപ്പിച്ച് നമ്മെ പറ്റിച്ചു വെച്ച ഒരു ന്യായം മാത്രമാണ് കൊടുത്ത കഴിവെന്നാ ചോദിക്കുന്നത് എന്ന്. ഇനി മറ്റൊന്നും കൂടെ വായിക്കാം. ഇത് വലിയുല്ലാഹി CM സ്മരണിക. വലിയുല്ലാഹി CM സ്മരണിക ഏകദേശം 40 കൊല്ലത്തോളമായി ഇത് ഇറങ്ങിയിട്ട്. 40 കൊല്ലത്തോളമായി ഇന്നേ വരെ എന്തെങ്കിലും ഒരു തിരുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായങ്ങളോ ഇതേക്കുറിച്ച് ഒരാളും എവിടെയും പറയുന്നില്ല. കേവലം അവർ മൗനം പാലിക്കുകയാണ്.
ഒരുപാട് വേദികളിൽ ഞങ്ങൾക്ക് സ്ഥിരമായി ഇത് വായിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇന്നവരെ മിണ്ടാട്ടമില്ല. അതിനെന്താ പറഞ്ഞറിയോ? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ. അഥവാ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് പറയാണ്, അള്ളാഹുവിലേക്ക് സുന്നത്ത് കൊണ്ട് അടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കൈ ഞാനാകും, കാല് ഞാനാകും എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുക, കാണുക, പ്രവർത്തിക്കുക. ഇതല്ലേ ശിർക്ക്? അല്ല കേൾക്കും പോലെ കേൾക്കുക, അത് അല്ല കൊടുത്ത കഴിവെന്നുള്ള ഒരു കാര്യമുണ്ടോ? അപ്പം അല്ല കേൾക്കുമ്പോൾ അതിന് കേൾവി അതൊരു പടപ്പിന് കൊടുക്കുക. അപ്പം അള്ളാഹിനെ പങ്കുകാരനായാലോ അയാൾ യഥാർത്ഥത്തിൽ. ഇത് നമ്മോട് റസൂൽ പറയാ അള്ളാഹ്ക്ക് പങ്കുകാരില്ല എന്നും പറയാം, അതുണ്ടാവുമോ? അള്ളാഹു കാണുമ്പോലെ കാണാനുള്ള കഴിവ് അള്ളാഹു സൃഷ്ടിക്കൊടുക്കുക, നമ്മോട് പറയാ പങ്കുകാരെ ചേർക്കാൻ പാടില്ല, അതുണ്ടാകുമോ? ഇല്ലല്ലോ. അപ്പം റബ്ബിൻ്റെ കഴിവുകളെ റബ്ബൊരാൾക്കും നൽകുന്നേ ഇല്ല, അതൊരാൾക്കും ഇല്ല. വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹ് ഏകനാണ്, അവന് പങ്കുകാരില്ല എന്ന സമൂഹം വിശ്വസിക്കുന്ന അങ്ങനെയല്ല. എവിടുന്ന് വിളിച്ചാലും കാണും, കേൾക്കുമെന്നാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ. കുപ്പിയുടെ ഉള്ളിലെ വസ്തു കാണും പോലെ കൽബകത്തുള്ളത് കാണുമെന്നാണ് ഷെയ്ഖിനെ പറ്റി പറഞ്ഞത്. ആരുടെ കൽബ്? ആരുടെ കൽബ്? ലോകത്ത് മുഴുവനുമുള്ള എല്ലാ മനുഷ്യരുടെയും കൽബുകളെ ഷെയ്ഖ് ജിലാനി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ ഈ പാട്ടിനർത്ഥം. ഇറാഖുകാരിത് മാത്രം കാണുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും സമാധാനമാണ്. പക്ഷേ ലോകത്തുള്ള ആർക്കും ബാധകമാണ്. മലയാളത്തിലാണ് ഈ പാട്ട് എഴുതിയത്, മലയാളികളാണ് ഈ പാട്ടിലൂടെ അഭിസംബോധന ചെയ്യുന്നത്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമെന്നാണ്. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തത് കൽബകത്തുള്ളതെല്ലാം കൺകൊണ്ട് കണ്ട പോലെ കാട്ടിപ്പറയുന്ന ആളാണ് ഷെയ്ഖ് എന്നാണ്. സഹോദരന്മാർ, ഇങ്ങനെ എത്ര വിശ്വാസങ്ങൾ! യഥാർത്ഥത്തിൽ ഇതൊക്കെ ഷിയാക്കൾ, സൂഫികളെല്ലാം കൊണ്ടുവന്ന വിശ്വാസങ്ങളാണ്. സൂഫികളുടെ കണക്ക് പ്രകാരം കുത്തുബുൽ അഖ്താബ്, കുത്തുബുസ്സമാന്, വൗസ്, നുഖബാ, നുജബാ, അബ്ദാൽ എന്നൊക്കെ പറഞ്ഞ് കുറേ മർത്തബുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ വിശ്വാസപ്രകാരം ലോകത്തിൻ്റെ മൊത്തം നിയന്ത്രണം ഇവരെ കയ്യിലാണെന്ന്. കുത്തുബുൽ അഖ്താബാണ് ലോകത്തിൻ്റെ കൺട്രോളർ. ആ കുത്തുബുൽ അഖ്താബ് ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് അള്ളാഹ് അവരെ ഏൽപ്പിച്ചു എന്ന ന്യായം. അങ്ങനെ അള്ളാഹ് ഒരാളെ ഏൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ന്യായം പറഞ്ഞതിൻ്റെ ഒറ്റ കാരണത്താൽ ശിർക്കായ സംഗതി ശിർക്കല്ലതായി മാറുന്നില്ല. ഇനി ഒറ്റ കാര്യം കൂടി പറയാം. ശിർക്കുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തും ഹദീസും പരിശോധന വിധേയമാക്കുക. അവിടേക്ക് ഈ ന്യായം നമ്മൾ വെച്ചു കൊടുത്താൽ എന്തുണ്ടാകും? ഇപ്പം നബി തങ്ങൾ പറഞ്ഞു, സത്യം ചെയ്യുകയും ആ സത്യം ചെയ്യുമ്പോൾ അല്ലാഹു അല്ലാത്ത പേര് സത്യം ചെയ്യുകയും ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക. അല്ലാഹു അല്ലാത്ത പേര് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. ഈ ഹദീസ് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുക? അതെങ്ങനെ ഇപ്പോൾ ശിർക്ക് വരിക? ഇതേ ന്യായം ചോദിച്ചൂടെ? അതേപോലെ സമാനമായ ധാരാളം വിഷയങ്ങൾ നബി തങ്ങളോട് സഹാബി വന്ന് പറയുന്നു, മാഷാ അല്ലാഹു വശിഅത, നബിയെ നിങ്ങളും അള്ളാഹും ഉദ്ദേശിച്ചതാണ് സംഭവിക്കുക. നബി തങ്ങളുടെ ചോദ്യം എന്താ അറിയോ? അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. എന്നെ സൃഷ്ടിച്ച റബ്ബിനോട് നീ എന്നെ തുല്യനാക്കുകയാണോ എന്ന്. തുല്യനാക്കി വന്നോ? ഈ പറഞ്ഞ ന്യായം വെച്ചാൽ പിന്നെ ഇന്ന റുഖ വത്തമാഇമ വത്തിവലത ശിർക്കുൻ, തെറ്റായ മന്ത്രവാദങ്ങളും ഏലസുകളും ഉറുക്കുകളുമെല്ലാം ശിർക്കാകുന്നു. അതെങ്ങനെ ശിർക്കായി പറയുക? വാള് തൂക്കിയിട്ട് പ്രത്യേകമായ പുണ്യം കാംക്ഷിച്ചുകൊണ്ട് ആ വാളുമായി യുദ്ധത്തിന് പോയാൽ വിജയിക്കുമെന്ന് വിശ്വസിക്കാൻ വേണ്ടി ഒരു മരം വേണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇലാഹിനെ വേണമെന്ന് പറയും പോലെയാണ് എന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. എൻ്റെ ഖബറ് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ല എന്ന നബി തങ്ങളെ പ്രാർത്ഥന. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹു എൻ്റെ ഖബറ് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ല. അതെങ്ങനെ വിഗ്രഹമാകാം? എങ്ങനെ ഖബറിനെ ആരാധിക്കാം? ഖബർ ഇലാഹെന്നാരെങ്കിലും വിശ്വസിക്കുമോ? ഖബറാണ് ലോകം സൃഷ്ടിച്ച് വിശ്വസിക്കുമോ? ഈ ഖബറാണ് ആകാശഭൂമി സൃഷ്ടിച്ച ഒരാൾ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. ഒരാൾ മരിച്ച അയാളെ കൊണ്ടുപോയി മറവ് ചെയ്ത് ഖബറുണ്ടാക്കിയിട്ട് ആ ഖബറിനെ ആരാധിക്കുമ്പോൾ ഈ ഖബറാണ് ആകാശഭൂമിയുടെ സൃഷ്ടാവ് എന്ന് ഒരുത്തം വിശ്വസിക്കില്ലല്ലോ. പക്ഷേ നബി തങ്ങൾ പറയുന്നു, എൻ്റെ ഖബറ് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാനമായ എത്രയെത്ര വിഷയങ്ങൾ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവർ ശപിക്കപ്പെടാൻ കാരണം അവർ അംബിയാഇന്റെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഈ പറഞ്ഞ ന്യായപ്രകാരമാണെങ്കിൽ എങ്ങനെ ഒരു ഖബറ് ആരാധനാ കേന്ദ്രമാക്കി മാറ്റുക? അത് കഴിയില്ലല്ലോ.
ഒരുപാട് ആയത്തുകൾ, ഒരുപാട് ഹദീസ് നിങ്ങൾ പഠിപ്പിക്കുന്നു. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിൻ്റെതാണ്, അതിന് അള്ളാഹുവിൻ്റെ കൂടെ ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർ പറഞ്ഞ ന്യായപ്രകാരമാണെങ്കിൽ ഒരാളോട് അങ്ങനെ ദുആ ചെയ്യുക, ദുആ എന്നുണ്ടാവില്ലല്ലോ. ഇലാഹാന്ന് വിശ്വസിച്ചാൽ ദുആ ഉള്ളതാണെങ്കിൽ പിന്നെ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന പ്രയോഗത്തിന് എന്ത് ന്യായമുണ്ട്, എന്ത് പ്രസക്തിയുണ്ട്? അതുകൊണ്ട് മുനീർ മനസ്സിലാക്കേണ്ടത്, ഈ ശബ്ദം കേൾക്കുന്നവർക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മെ പറഞ്ഞു പറ്റിക്കാൻ ആരോ കണ്ടെത്തിയ ഒരു കുരുട്ടു ന്യായം മാത്രമാണ് കൊടുത്ത കഴിവെന്ന് ചോദിക്കുക എന്ന ന്യായം. ലോകത്ത് ശിർക്ക് ചെയ്ത മഹാഭൂരിപക്ഷ മനുഷ്യന്മാരും ചോദിച്ചത് കൊടുത്ത കഴിവ് തന്നെയാണ്. കൊടുക്കാത്ത കഴിവ് വിശ്വസിക്കുന്ന മനുഷ്യന്മാർ വളരെ കുറച്ച് ലോകത്തുള്ളൂ. ബാക്കി എല്ലാവരും കൊടുത്ത കഴിവ്, റബ്ബിലേക്ക് അടുപ്പിക്കുന്നവർ, റബ്ബിൻ്റെ സാമീപ്യം കിട്ടിയവർ, റബ്ബ് ഇവിടെ ഏൽപ്പിച്ചവർ എന്നൊക്കെയാണ് അവരെ പറ്റി പലരും വിശ്വസിച്ചത്. ആ വിശ്വാസം കൊണ്ട് മാത്രം ശിർക്കല്ലാതായി മാറുന്നില്ല എന്ന് നാം തിരിച്ചറിയുക, ബോധ്യമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റബ്ബ് ഹക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. منذ فارقت الديار حس قلبي بانهيار سلت دموع مقلتي واحترق القلب وصار يبكي على أحبة جلستهم ليلا نهار فالدمع بلل أعيني والقلب أحرقت